ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, നാട്ടുകാർ, സഹോദര സഹോദരിമാർ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത് ജന്മദിന ആഘോഷത്തിലാണല്ലോ. ഈ പുണ്യ സുദിനത്തിൽ എനിക്ക് നിങ്ങളുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്ന നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. എൻ്റെ മുൻപിലിരുന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സദസ്സിനോട് എനിക്ക് പറയാനുള്ളത് ആ ഒരൊറ്റ കാര്യം മാത്രമാണ്. ഓ പ്രിയ സമൂഹമേ, നിങ്ങൾ പ്രവാചകാധ്യാപനത്തിലേക്ക് മടങ്ങി വരിക. ഈ തലതിരിഞ്ഞ ജീവിതത്തിന് നങ്കൂരമിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിഷ്ഠിച്ച ജീവിതത്തിലേക്ക് നാം മടങ്ങി വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, അക്രമവും അഴിമതികളുമില്ലാത്ത, കളവും വഞ്ചനയുമില്ലാത്ത, കൊലയും കൊള്ളിവെപ്പുമില്ലാത്ത ഒരു സുന്ദരമായ സമൂഹത്തെ നമുക്ക് ഈ ലോകത്തിൻ്റെ മുൻപിൽ കാഴ്ചവെക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. പ്രിയരെ, ഒരു കാലത്ത് അഥവാ ഇസ്ലാമിക ഭരണത്തിൻ്റെ ആദ്യ കാലഘട്ടത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചതിൻ്റെ പേരിലും അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിലും 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചതിൻ്റെ പേരിലും എന്തിനേറെ പറയണം, ഇസ്ലാമിക ആരാധനകൾ നിർവഹിച്ചു എന്നതിൻ്റെ പേരിൽ ശത്രുപക്ഷത്തിൻ്റെ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന എത്രയെത്ര സ്വഹാബിമാരാണ് ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ കൊല്ലാൻ ശത്രുപക്ഷം ഊരിപ്പിടിച്ച വാളുമായി എപ്പോഴാണ് വരുന്നതെന്നറിയാതെ ആരെങ്കിലും ഒരാളെ കാവൽ നിർത്തിക്കൊണ്ട് ആരാധനകൾ നിർവഹിച്ചിരുന്ന പുണ്യപ്രവാചകനും അവിടുത്തെ അനുയായികളും ഇസ്ലാമിക ആശയങ്ങളിൽ നിന്നും അണുമണിയളവ് തെറ്റാതെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരന്മാരെ, നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ പള്ളികളും മദ്രസകളും ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളും മറ്റു സെമിനാറുകളും അരങ്ങേറുക മാത്രമല്ലാതെ അവകളെ നോക്കുകുത്തികളാക്കി നിർത്തുന്ന ഈ കാലഘട്ടത്ത് നാം യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യണം. അക്രമവും അനീതിയും അഴിമതികളും ദിനം ദിനം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ പ്രവാചകാധ്യാപനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ ദിവസം കൂടുന്തോറും TV ചാനലുകളിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്റർ പോലുള്ള ആപ്പുകളിൽ മനുഷ്യത്വം മരവിക്കുന്ന ഓരോ സംഭവങ്ങൾ നമുക്ക് മുൻപിൽ പടർന്ന് പന്തലിച്ചു കിടക്കുകയാണല്ലോ. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അന്യന്റെ തോട്ടത്തിലേക്ക് കയറിയ ഒട്ടകം ഈന്തപ്പനയുടെ പച്ചില കടിച്ചതിൻ്റെ പേരിൽ വിവേകബുദ്ധിയുള്ള മനുഷ്യർ തമ്മിൽ പടക്കളമൊരുതുകയും ചുടുചോര ചിന്തിയപ്പോൾ പോലും അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണെന്ന അർത്ഥം വരുന്ന ആശയങ്ങളിലൂടെ കലിമത്തു തൗഹീദിന്റെ കീഴിൽ അവരെ അണിനിരത്തുകയും മരണവീട്ടിൽ പോലും കള്ളും കഞ്ചാവും വിളമ്പിയ ജനതയെ മദ്യവും മയക്കുമരുന്നുമില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തുകയും പിറന്നു വീണത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ആ കാട്ടാളൻ ജനതയോട് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാവിൻ്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച് മനുഷ്യത്വം മരവിച്ച ആ ജനതയെ മറ്റൊരു ലോകത്ത് തല ഉയർത്തി നടക്കാൻ മാത്രം വളർത്തി വലുതാക്കുകയും അടിമത്വത്തിന്റെ കൊച്ചു ചെങ്ങലകൾക്കിടയിൽ കിടന്ന് പിടഞ്ഞിരുന്ന ആ ജനതയെ ഏക ഇലാഹിന്റെ അടിമത്വത്തിന്റെ കീഴിൽ എല്ലാവരും സമമാണെന്ന് പഠിപ്പിച്ച മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നാം സ്നേഹിക്കേണ്ടത്. ഇസ്ലാമിക ആശയങ്ങളെ നിലനിർത്തി ആ ആശയങ്ങളിൽ തൻ്റെ ജീവിതമർപ്പിച്ച എത്രയെത്ര സ്വഹാബിമാരാണ് ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ളത്. തൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ബദറിലും ഉഹുദിലും ഒട്ടനവധി യുദ്ധഭൂമികളിലും നിഷ്ഠൂരമായി ഷഹീദായ സ്വഹാബിമാരുടെ ത്യാഗം ഈ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമായിരുന്നു.
കഴുത്തിൽ കയറിട്ട് ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോയി മലർത്തിക്കിടത്തി വലിയ വലിയ പാറക്കല്ലുകൾ നെഞ്ചിൽ കയറ്റി വെച്ച് പീഡിപ്പിച്ചപ്പോൾ പോലും അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്നു മാത്രം ഉരവിട്ട് കരഞ്ഞ മഹാനായ ബിലാൽ ബിൻ റബാഅ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഇസ്ലാമിൽ തിളക്കമാർന്ന ഉദാഹരണമാണ്. തീയിൽ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പിൻ്റെ ദണ്ട് തൻ്റെ ഗുഹ്യസ്ഥാനത്തിലൂടെ കുത്തിക്കയറ്റി പീഡിപ്പിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നു മാത്രം ഉരവിട്ട് പിടഞ്ഞു മരിച്ച മഹദി സുമയ്യ ബീബി റളിയല്ലാഹു അൻഹ തുടങ്ങിയ മഹാത്മാക്കളുടെ ത്യാഗം ഈ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമായിരുന്നു. ഇത്രയേറെ ത്യാഗം സഹിച്ച് നമുക്ക് വളർത്തി വലുതാക്കി തന്ന ഈ ഇസ്ലാമിക മഹാസാമ്രാജ്യത്തെ ഒരു ദിവസത്തെ 5 നേരത്തെ നിസ്കാരം കൊണ്ടെങ്കിലും ഞാനും നിങ്ങളും നിലനിർത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആവസിയത്തോടെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.